പിൻവാങ്ങി അർത്ഥപട്ടിണിയിലും അരക്ഷിതാവസ്ഥയിലും കഴിയുന്നത് ജനവിരുദ്ധ ഭരണകൂടം മറയ്ക്കുന്നു. അഹംഭാവത്തിന്റെ സെൽഫി പോയിന്റുകൾ തീർത്ത് രാജ്യത്തിന്റെ പൊതുസ്വത്തുക്കൾ കോർപ്പറേറ്റുകൾക്ക് വിറ്റഴിക്കുന്നത് മറയ്ക്കുന്നു. ലോക നേതാക്കൾ കണ്ട് നാണിക്കാതിരിക്കാൻ പട്ടിണി പാവങ്ങളെ മറയ്ക്കുന്നു. ഞങ്ങൾക്ക് പണം കിട്ടണമെങ്കിൽ കോർപ്പറേറ്റുകൾ വളരണം, എല്ലാം മറച്ചു വെക്കണം. വിലാപങ്ങൾ കേൾക്കാത്ത മതിലുകൾ ഉയരണം. ഇരുമ്പ് മറകൾ, തടങ്കൽ പാളയങ്ങൾ, ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു. ശബ്ദിക്കരുത്. ഈ മതിലുകൾ രാജ്യത്തിന്റെ സൗന്ദര്യവൽക്കരണമാണ്. നിത്യപട്ടിണിക്കാരായ ഞങ്ങൾ ദുശകുനങ്ങളാണെങ്കിൽ എന്നേക്കുമായി ഞങ്ങളെ മറച്ചോളൂ. പക്ഷേ പോഷകാഹാരക്കുറവ് മൂലം ചത്തൊടുങ്ങുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മറവു ചെയ്യാൻ ഒരിടം തരണം. ഉന്നത ജാതിക്കാരെ മറവു ചെയ്യുന്ന പൊതു ശ്മശാനങ്ങളിൽ നിങ്ങൾക്കെന്ത് കാര്യം? സ്വന്തം കുടിലുകൾക്കുള്ളിൽ തന്നെ കുഴിച്ചു മൂടിക്കൊള്ളൂ. തൊഴിലില്ലാത്തത് കൊണ്ട് മുഴുപട്ടിണിയിലായി അകാല മരണം ഏറ്റുവാങ്ങേണ്ടി വരുന്നവരാണ് ഇവരിൽ അധികവും. ഈ മതിൽ നിർമ്മിച്ച പണം കൊണ്ട് ഒരു നേരത്തെ ആഹാരവും വസ്ത്രവും ഞങ്ങൾക്ക് തന്നിരുന്നുവെങ്കിൽ ആ സന്തോഷം ലോക നേതാക്കൾ കാണുമായിരുന്നില്ലേ? ഇഷ്ടമില്ലാത്തതൊക്കെയും ബുൾഡൗസർ കൊണ്ട് ഇടിച്ചു നിരത്തുന്ന ചരിത്രമാണ് ഞങ്ങൾക്കുള്ളത്. അത് ചെയ്യാത്തത് നിങ്ങൾക്കിപ്പോൾ തന്നിരിക്കുന്ന ഔദാര്യമാണ്. നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതൊക്കെ ഈ പാവം ജനത അനുഭവിക്കേണ്ടി വരുന്നത് ജനാധിപത്യമല്ല. ഇയാൾ ആരാണ്? ഇയാൾക്കിവിടെ എന്താ കാര്യം? ഇയാളുടെ വേഷം അപകടപ്പെടുത്തുന്നതാണല്ലോ. വിവിധ വേഷങ്ങളിലുള്ള വിവിധ വിശ്വാസങ്ങളിലുള്ള മനുഷ്യ സ്നേഹികൾ ഞങ്ങളെ സഹായിക്കാൻ ഇവിടെ എത്താറുണ്ട്. അതിലൊരാളാണ് ഈ മുഹമ്മദ് കൈസ്. എന്റെ വേഷവും വിശ്വാസവും ഇന്ത്യൻ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണ്. ദരിദ്രരെ സഹായിക്കുന്നതാണ് ഏറ്റവും വലിയ രാജ്യസ്നേഹം എന്നാണ് ഇദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇയാളുടെ ലക്ഷ്യം നിർബന്ധിത മതപരിവർത്തനമാണ്. അത് രാജ്യദ്രോഹമാണ്. വർഷങ്ങളായി ഞാൻ ഇവർക്കിടയിൽ പ്രവർത്തിക്കുന്നു. ഒരാളെയും മതം പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ മതേതരത്വവും ഇന്ത്യയുടെ ഭരണഘടനയും പഠിപ്പിച്ചിട്ടുണ്ട് താനും. അതും ഇന്ത്യക്കാരന്റെ കടമയല്ലേ? പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയാൽ ഞങ്ങൾ തീരുമാനിക്കുന്നവരൊക്കെ ആജീവനാന്തം തടവറയിലായിരിക്കും. മറന്നു പോകരുത്. ഒരു പട്ടാളക്കാരനായിരുന്നു ഇദ്ദേഹം. ഇത് കേട്ടൊന്നും ഭയപ്പെടുമെന്ന് തോന്നുന്നില്ല. രാജ്യത്തിനു വേണ്ടി പോരാടുന്നതിനിടയിൽ ശത്രു സൈന്യം എനിക്ക് നേരെ ബോംബെറിഞ്ഞ് എന്റെ കാലുകൾ ചിന്ന ഭിന്നമായി തൂങ്ങിയാടുന്നത് കണ്ടിട്ട് ഞാൻ ഒരു ഇഞ്ചും പതറിയിട്ടില്ല. വിജയവും കൊണ്ടേ മടങ്ങിയിട്ടുള്ളൂ. രാജ്യത്തിനായുള്ള സമരങ്ങളിലും പോരാട്ടങ്ങളിലും നിന്ന് ഒളിച്ചോടിയവർക്ക് ഇതൊന്നും മനസ്സിലാകില്ല സാഹിബ്. തകർന്ന കാലുകളുമായി ഞാൻ തറയിൽ ഇഴഞ്ഞു നീങ്ങുന്നത് കാണുമായിരുന്ന എന്റെ ഉമ്മയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ പൊടിഞ്ഞിട്ടില്ല. രാജ്യത്തിനു വേണ്ടി പോരാടിയ മകനെ കുറിച്ചോർത്ത് അവർ അഭിമാനിച്ചിട്ടേ ഉള്ളൂ. കാരണം അവർ ജനിച്ചത് ഈ മണ്ണിലാണ്. നിങ്ങൾക്ക് ഈ രാജ്യത്ത് തുടരണമെങ്കിൽ ഞങ്ങളെ ഭയക്കേണ്ടി വരും. രേഖകൾ കാണിക്കേണ്ടിയും വരും. ഈ മണ്ണിൽ അലിഞ്ഞു ചേരുന്നതിന് മുമ്പ് എന്റെ ഉമ്മ എന്റെ കാതുകളിൽ ഓതി കേൾപ്പിച്ചതും ഹൃദയത്തിൽ എഴുതി ചേർത്ത് തന്നതും നീ ഭാരതീയനാണെന്നാണ്. പിറന്ന നാടിനും പെറ്റമ്മയ്ക്കും വേണ്ടി തല ഉയർത്തി നിന്ന് പോരാടണമെന്നാണ്. ഉമ്മയുടെ ആ വാക്കുകൾ മാത്രമേ പൗരത്വ രേഖയായി എനിക്കുള്ളൂ. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി ചേർത്ത ധീരദേശാഭിമാനികളുടെ പിന്മുറക്കാരെ മതാടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ സ്വാതന്ത്ര്യ സമരം എന്തെന്നറിയാത്ത നിങ്ങൾക്ക് എന്തവകാശം? അന്ധവിശ്വാസങ്ങളെ കുറിച്ചല്ലാതെ മനുഷ്യാവകാശങ്ങളെ പറ്റി ശബ്ദിക്കുന്ന എല്ലാവരും കുറ്റവാളികളാകുന്ന അവസ്ഥയിലേക്കാണ് നിങ്ങൾ രാജ്യത്തെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ശരിയായ വഴിയിലൂടെ അല്ല നിങ്ങൾ സഞ്ചരിക്കുന്നത്. നിങ്ങൾ മതിൽ കെട്ടി വേർതിരിക്കേണ്ടവർ തന്നെയാണ്. ഇടതുപക്ഷ ആശയവും വിശ്വമാനവികതയും നെഞ്ചേറ്റുന്നവർ ജീവിച്ചിരിക്കും വരെ ഈ മണ്ണിൽ പിറന്ന ഒരാളെയും മതത്തിന്റെ പേരിൽ വിഭജിക്കാൻ അനുവദിക്കില്ല. അത് ഞങ്ങളുടെ വിശ്വാസമാണ്. കേരളമല്ല എല്ലായിടവും ഈ
ഈ രാജ്യത്ത് അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നതിൽ കൂടുതലും സ്ത്രീകളാണ്. അവരെ മോഹവലയങ്ങളിലാക്കി അധികാരം നിലനിർത്തും. അതും ഞങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ജനാധിപത്യ ഇന്ത്യയിലെ മനുഷ്യർ ഒന്നുമൊന്നും മറന്നിട്ടില്ലെന്നും മറക്കുകയില്ലെന്നും ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതിൽ പോലും കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അത് ജനാധിപത്യത്തിന്റെ പ്രമേയവും പ്രതിരോധവുമാണ്. ബൽക്കീസ് ബാനു, മതേതര ഇന്ത്യയുടെ ഹൃദയത്തിനേറ്റ ഉണങ്ങാത്ത മുറിവ്, വർഗീയ ഭ്രാന്ത് വലിച്ചു കീറപ്പെട്ട ഇന്ത്യയുടെ പെങ്ങൾ. മറക്കരുത്, ഒഴുകിത്തീരാത്ത ചോര കലർന്ന ആ കണ്ണീർ. സഹോദരങ്ങളെ, എന്നെ കൊല്ലരുത്. എന്റെ വയറ്റിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ട്. എന്റെ ജീവനാണത്, എന്റെ മോഹമാണത്. എന്നെ വെറുതെ വിടണം. നിന്റെ പച്ച മാംസമാണ് ഞങ്ങൾക്ക് വേണ്ടത്. വഴങ്ങുക. ഈ കൂട്ടത്തിൽ എന്നോടൊപ്പം കളിച്ചു വളർന്നവരുണ്ട്. എന്നും പുലർച്ചെ എന്റെ കയ്യിൽ നിന്നും പാല് വാങ്ങി പോയവരുണ്ട്. ഞാൻ പിതാജി എന്ന് വിളിച്ചവരുണ്ട്. നിങ്ങളുടെ മകളാണ് ഞാൻ, സഹോദരിയാണ് ഞാൻ. ഗർഭിണിയായ എന്നെ അപമാനിക്കരുതേ. നിന്റെ യാചനകൾക്കൊന്നും ഇവിടെ സ്ഥാനമില്ല. ഞങ്ങളുടെ തലച്ചോറിൽ തിളച്ചു പൊങ്ങുന്നത് വെറുപ്പാണ്, ജാതിയാണ്. നിങ്ങൾ ഉച്ചത്തിൽ വിളിക്കുന്ന ഭാരത് മാത ഈ മണ്ണിൽ ജനിച്ച ഞാനുമല്ലേ? എന്റെ ഉള്ളിൽ വളരുന്ന കുഞ്ഞു പെണ്ണാണെങ്കിൽ അവളുമല്ലേ? എന്നോട് അല്പമെങ്കിലും മനുഷ്യത്വം കാണിക്കൂ. നിന്റെ വംശം തന്നെ അവസാനിക്കണം. ഒരു ഇരയും ദയ അർഹിക്കുന്നില്ല. അക്രമം, അപമാനം, ഭീകരത. ഈ ഭയപ്പെടുത്തൽ, സംഹാരം ഞങ്ങളുടെ അധികാരത്തിന്റെ വിളവെടുപ്പ്. വർഗീയ താണ്ഡവങ്ങളിൽ പിടയുന്ന മനുഷ്യരുടെ നിലവിളികൾക്ക് മുന്നിൽ എന്റെ രാജ്യം എത്രയോ തവണ തലകൊണ്ടിട്ടു. മഹാരാജ്യമേ, പിറന്ന നാടേ, കേഴുന്നു ഞാൻ തെരുവിൽ